വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഏറ്റവും അടുത്ത ഒരാളോട് പറയാനായിട്ട് തുടങ്ങുകയാണ്. നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവർ പറയാണ്, മനസ്സിലായി മനസ്സിലായി, നീ പറയാൻ ഉദ്ദേശിച്ചത് ഇന്ന സാധനമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും? ഒരു പക്ഷേ അവർ ഈ പറയുന്നതുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധമുള്ള കാര്യമാവില്ല നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഇതുപോലെയാണ് ചില പേരൻസ് കുട്ടികളെ അപ്രോച്ച് ചെയ്യുക. കുട്ടികൾ എന്ത് കാര്യം പറയുമ്പോഴേക്കും പാരന്റ് ചില സാധനങ്ങൾ ഇങ്ങനെ നേരത്തെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചില കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട്, ഇതല്ലേ നീ പറയാൻ പോകുന്നത്, എനിക്ക് മനസ്സിലായി എന്ന് പറയും. എല്ലാവരും അല്ല കേട്ടോ, കുറേ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ചില കുട്ടികളെങ്കിലും ഭയങ്കര സങ്കടത്തോടു കൂടി വന്ന് പറയും, ഞങ്ങളെ ഒന്ന് ജഡ്ജ്മെന്റിലല്ലാതെ കേൾക്കാൻ ആരെങ്കിലും തയ്യാറായെങ്കിലെന്ന്. ഇപ്പോൾ ഈ മലയാളത്തിൽ ഒരു അക്ഷരമുണ്ട്, ഇറു എന്ന് പറയുന്നത്. അതിനെ എപ്പോൾ കേട്ടാലും എവിടെ കേട്ടാലും നമ്മൾ പറയും ഋഷി ഋഷഭം. അത് വിട്ടൊരു കളി നമുക്കില്ല അല്ലെ? അതുപോലെയാണ് ചില പാരൻസ്. ഇപ്പൊ കുട്ടികൾ പറയാണ്, ഞാൻ ഒരു വർഷം കൂടി എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാം. മനസ്സിലായി, അപ്പൊ ഇനി ഒരു കൊല്ലം കൂടി ഞങ്ങൾ ഒന്നിനെ കുറിച്ചും സംസാരിക്കില്ലല്ലോ, എളുപ്പമായി കാര്യങ്ങൾ. അതല്ല, കുട്ടി പറയാണ്, ഞാൻ പുറത്തു പോയി പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പിന്നെ ഫ്രീഡം ആയല്ലോ, ഞങ്ങളുടെ ഒരു കൺട്രോളും ഉണ്ടാവില്ല, നിനക്ക് നിന്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാം എന്ന രീതിയിലാണ് ഒരു പക്ഷേ കുട്ടി വിചാരിക്കുന്നത്. എൻട്രൻസ് എഴുതി കുറച്ചും കൂടെ നല്ലൊരു റാങ്ക് മേടിച്ചാൽ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടും, ഇവിടെ ഇല്ലാത്തൊരു കോഴ്സ് പുറത്തു പോയി പഠിക്കാം, അല്ലെങ്കിൽ പുറത്ത് ഒന്ന് എക്സ്പോഷർ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ കിട്ടും, നമുക്കൊരു നല്ലൊരു എക്സ്പോഷർ കിട്ടും എന്നൊക്കെ ആയിരിക്കും കരുതുന്നത്. അതിനു മുൻപാണ് പാരന്റ് ഈ വക കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ തുടങ്ങുമ്പോൾ അതിനെ ഒന്ന് സമാധാനത്തോടുകൂടി കേൾക്കുക. കണ്ണടച്ച് അങ്ങ് സമ്മതിക്കണം എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ആദ്യം കേൾക്കുക, കേട്ടതിന് ശേഷം മാത്രം അഭിപ്രായം പറയാം. പ്രോസും കോണും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ അവർക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പറയാൻ തുടങ്ങുമ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇന്നതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 പ്രാവശ്യമൊക്കെ അവർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് ചില കാര്യങ്ങൾക്ക് അഭിപ്രായം ചോദിക്കുമായിരിക്കും. പിന്നെ പതിയെ ആ ഒരു റിലേഷൻ അങ്ങ് ബ്രേക്ക് ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ പാരന്റും കുട്ടിയുമായിട്ടുള്ള റിലേഷൻ ബ്രേക്ക് ആവാതിരിക്കണമെങ്കിൽ എപ്പോഴും ഒരു ഓപ്പൺ കോൺവെർസേഷൻ അവിടെ ഉണ്ടാവണം. മുൻവിധികളില്ലാതെ അവരെ കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.